പ്രിയ കൂട്ടുകാരെ, നന്മയുടെ ഒരു നല്ല ദിവസം, സെപ്റ്റംബർ 2. പ്രഭാതത്തിന് നന്മകൾ എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. ഇന്നലെ എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകത്താളിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്. കോമല്ലൂരിൽ നിന്ന് ലാലാച്ചായൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്തത്. ആ യാത്ര എനിക്ക് വല്ലാത്തൊരു അനുഭവം നൽകി. അദ്ദേഹത്തിന് ഈ എന്നെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ തന്നെ മറ്റൊരു യാത്രയുണ്ട്. ഞാൻ പോകുന്നത് ഒരു മരണ വീട്ടിലാണ്. ഈ മരണ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് കൃത്യമായ സമയത്ത് മറ്റൊരു ആളിനെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. കാത്തിരുന്നു. ഞാൻ വരുന്നത് വരെ കാത്തിരുന്നു. അവിടെ ഞാൻ ചെന്നപ്പോൾ അല്പനേരം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് കണ്ട സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു വാക്ക് അനുശോചനം പറഞ്ഞിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹമല്ല. എന്നെ ആരാണോ കൊണ്ടുവന്നത്, ലാലാച്ചാനാണ് കൊണ്ടുവന്നേക്കുന്നത്, കോമല്ലൂർ ലാലാച്ചാൻ. അദ്ദേഹത്തിന് വേറൊരു ഓട്ടമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വിടട്ടെ. ഇല്ല സർ, വേണ്ട, കുഴപ്പമില്ല, അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യും. അല്പനേരം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മരണം. എത്ര നേരം കാത്തിരിക്കണോ അത്ര നേരം കാത്തിരിക്കും. ഞാൻ വെട്ടൺ ഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ ആഴമായ വായനയിലേക്കോ പോയാൽ ഈ മരണം എന്നത് ആരെയും കാത്തിരിക്കും. മരണ വീട്ടിൽ നമ്മൾ ധൃതി പിടിക്കാൻ പാടില്ല. അത് ആർക്കും ഏത് സമയത്തും സംഭവിക്കാം. ഒന്ന്, യുവാക്കന്മാരുടെ യുവതികളോടുമൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നത് ഇപ്പോൾ. അതാർക്കും എവിടെയും എപ്പോഴും എത്താം. അപ്പം ഞാൻ ലാലാച്ചാനാണ് എൻ്റെ ഫോക്കസ്. അദ്ദേഹം എന്നോട് പറഞ്ഞ സമയം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ സമയം ലംഘിക്കപ്പെട്ടു. ഏതാണ്ട് 15 മിനിറ്റ് തെറ്റി. എന്നിട്ട് അദ്ദേഹം എന്നെ കാത്തിരുന്നു. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് അദ്ദേഹം അടുത്ത ഓട്ടത്തിന് പോകുന്നത്. പ്രിയ സുഹൃത്തേ, 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയുന്നു. ഒന്ന്, പാലിക്കപ്പെടേണ്ട സമയവും വാക്കും ഒരിക്കലും കളയാതിരിക്കുക. പാലിക്കപ്പെടണം. അതെൻ്റെ തെറ്റ്, എനിക്ക് മനസ്സിലായി. എൻ്റെ തെറ്റല്ല, എന്നെക്കൊണ്ട് ഫോഴ്സ് ചെയ്തതാണ് അവിടെ പ്രസംഗിക്കണം. അത് ഈശ്വരൻ തന്ന ഒരു നാക്കുണ്ട്, ആ നാക്കിൽ ഞാൻ പ്രസംഗിക്കും. അതൊന്ന്. പക്ഷേ പറഞ്ഞ വാക്ക്, പറഞ്ഞ സമയം ഇതൊരിക്കലും കളയരുത് യുവജനങ്ങളെ. ഇത് നിങ്ങൾ കളഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നിങ്ങളുടെ വ്യക്തിത്വത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ആരായാലും പറഞ്ഞ വാക്ക്, പറഞ്ഞ സമയം കൃത്യമായി സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. 2, എപ്പോഴും ഈ ലാലാച്ചായന്മാർ കാണത്തില്ല നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അവർ വന്നു, അവരുടെ പാട്ടിൽ പോകും. അവിടെ പണമല്ല അവിടുത്തെ ലക്ഷ്യം. അത് ഞാൻ കളയുന്നു. 2, മരണം. ഈ മരണം എന്നത് എന്തനുഭവമാണെന്നും മരിച്ചിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഞാനങ്ങനെ പറയും. ഒരു മരണ വീട്ടിൽ നമ്മൾ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഒറ്റ കാര്യം മാത്രം. നമ്മളും ഒരു ദിവസം ഇതുപോലെ കിടക്കും. മനുഷ്യനായി പിറന്നിട്ടുണ്ടെങ്കിൽ മരണമായി പോയേ ഒക്കുകയുള്ളൂ. അതിന് വേറെ വാക്കൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ നാട്ടിൽ വലിയ ശക്തിയായി നടക്കുന്ന ഏത് യുവാക്കന്മാരാണെങ്കിലും വാർദ്ധക്യത്തിലെത്തിയവരാണെങ്കിലും എല്ലാ മരണ വീട്ടിലും പോയി നമ്മൾ പ്രസംഗിക്കുമായിരിക്കും, പാടുമായിരിക്കും. പക്ഷെ ഓരോ മരണവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളും ഇങ്ങനെ കിടക്കും എന്നതാണ്. അതുകൊണ്ട് ഞാൻ യുവതയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഏത് മരണവും നമ്മുടെ മുമ്പിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളും ഇതുപോലെ കിടക്കുമെന്നാണ്. നമ്മൾ ചിരിക്കും, പുഞ്ചിരിക്കും, ഒരു പൊതി വാങ്ങിച്ചുകൊണ്ട് പോകും, അവിടെ തീരുന്നില്ല. നമ്മൾ ഇതുപോലെ തന്നെ എത്തും.
എല്ലാവർക്കും നല്ല ദിവസം. ഞാൻ ഈ ചിന്തകളെല്ലാം മാറ്റിയിട്ട് വേറൊരു കാര്യം പറയാം. ഒരു നല്ല പ്രഭാതം വരുന്നുണ്ട്, ഒത്തിരി പൂക്കൾ വിടരുന്നുണ്ട്. ഈ പൂക്കളുടെ സൗരഭ്യം അനുഭവിക്കാൻ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. കാരണം മരണം അവസാനമാണെന്നേ ഉള്ളൂ, അതിനു മുമ്പേ ആസ്വദിക്കാൻ എന്തെല്ലാം ഉണ്ട് ഭൂമിയിൽ. ഓണമല്ലേ? ഓണക്കാലത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാ ഗന്ധങ്ങളും ആസ്വദിക്കുക, എല്ലാ കാഴ്ചകളും കാണുക. ഒന്നും നമ്മുടെ മുമ്പിൽ നമ്മളെ തീർക്കാനായിട്ടല്ല, എല്ലാം നിങ്ങളെ വളർത്താനായിട്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഏറ്റവും അവസാനത്തെ വരി, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ശക്തമായൊരായുധം കാണും. ഈ ആയുധം കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാകട്ടെ നമ്മുടെ കൈ, കൊല്ലാനാവരുത്. എല്ലാവർക്കും നന്മ. ലാലാച്ചാനെ പ്രത്യേകം, കാരണം ലാലാച്ചാൻ്റെ വാഹനം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്. ഏത് മുഖത്തും എത്തും മരണമെന്ന വാക്ക്, ഏത് മുഖത്തും എത്തും മരിക്കാത്ത വാക്ക്. നല്ല ദിവസം. ജോൺസൺ കരൂർ.